എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി റിസൾട്ട് ജൂൺ 2-ാം തീയതി പ്രസിദ്ധീകരിക്കും. അപ്പോൾ ചില സമയങ്ങളിൽ ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ റിസൾട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ റിസൾട്ട് ഇന്ന് വൈകുന്നേരത്തോടെ ചില സമയങ്ങളിൽ ഏകദേശം ഒരു 6 മണി 7 മണിയോടെ റിസൾട്ട് വരും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ റിസൾട്ട് വരുമെന്ന് കരുതി അക്ഷയയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകളിലോ പോയിട്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ജൂൺ 2-ാം തീയതിയാണ് ഒഫീഷ്യലായിട്ട് റിസൾട്ട് വരുമെന്ന് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ചില സമയങ്ങളിൽ നേരത്തെ തന്നെ റിസൾട്ട് വരാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂൺ 2-ാം തീയതി മുതൽ, അതായത് ജൂൺ 2-ാം തീയതി മുതൽ ജൂൺ 3-ാം തീയതി രാവിലെ 10 മണി മുതൽ ജൂൺ 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളുകളിൽ അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ, അതായത് HSC വിഭാഗത്തിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്കൂളുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ ഒന്നുകിൽ ടെമ്പററി അഡ്മിഷനോ പെർമനൻറ്റ് അഡ്മിഷനോ നേടേണ്ടതാണ്. കാരണം ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന സമയത്ത്, ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ, അതായത് ആ ഒരു ജില്ലയിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും. അതായത് ഏത് ജില്ലയിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത്, എവിടെയാണോ നിങ്ങൾ അഡ്മിഷൻ നേടാതിരുന്നതല്ലെങ്കിൽ അതായത് നിങ്ങൾ ഏത് ജില്ലയിലാണോ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാത്തത്, ആ ഒരു ജില്ലയിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. അതുപോലെ പിന്നീട് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നീട് സപ്ലിമെൻ്ററി ഘട്ടത്തിലോ അല്ലെങ്കിൽ ഏതൊരു അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് ആ ഒരു ജില്ലയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിൽ വേണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് ആയിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുക എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് നാളെ എന്ന് പറയുമ്പോൾ ജൂൺ 2-ാം തീയതിയോ അതല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടെയോ, അതായത് ഈ ഒരു ജൂൺ 1-ാം തീയതി, അപ്പോൾ ഇന്നത്തെയോടെയോ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ജൂൺ 3 മുതൽ ജൂൺ 5-ാം തീയതി വൈകുന്നേരം വരെയാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു സമയത്തുള്ളിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുന്നതാണ്. അതായത് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുള്ള ലിങ്ക് ഉണ്ടാവും. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ഒരു ലിങ്ക് ഉണ്ടാവും. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS ആണോ, കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് ആണോ, ഏതിൻ്റെ ലിങ്കാണ്, അല്ലെങ്കിൽ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ MRS, അത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റേതാണ് കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഏതിൻ്റേതാണ് അറിയേണ്ടത്. ജസ്റ്റ് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ചില വിദ്യാർത്ഥികൾ ഈ ഒരു 3 വിഭാഗങ്ങളിലേക്കും അപേക്ഷിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ 3 വെബ്സൈറ്റുകളും കൃത്യമായിട്ട് പരിശോധിക്കുക. അതുപോലെ തന്നെ ഇതിൽ 2 വിഭാഗങ്ങളിലേക്ക് മാത്രം അപേക്ഷിച്ചിട്ടാണെങ്കിൽ 2 വിഭാഗത്തിൻ്റെ മാത്രം റിസൾട്ട് പരിശോധിക്കുക. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ SWSനും അപേക്ഷിച്ചിട്ടുണ്ട്. അതായത് SWS സാധാരണ എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷിക്കുന്ന ലോഗിനാണ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ സ്പോർട്സിനും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 2 വിഭാഗങ്ങളുടെയും റിസൾട്ട് കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാൻ നോക്കാം. നിങ്ങൾക്കിതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ്, അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ MRS, ഇതുപോലെ 3 ലിങ്കുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് ലിങ്ക് മുഖേനയാണ് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കേണ്ടത്, അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ഈ ഒരു ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് അടുത്ത പേജിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ നൽകാനുള്ള ഭാഗമുണ്ടാകും. അതുപോലെ തന്നെ പാസ്വേഡ് നൽകാനുള്ള ഭാഗം, അതുപോലെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല എന്നിവ നൽകി നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് സെൻഡ് OTP എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അത് സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. ഇതോടുകൂടി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രൊഫൈൽ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പച്ച കളറിലായിട്ട്, അതായത് സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്ത് പച്ച കളറിലായിട്ട് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം.
അതുപോലെ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് എങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാണാൻ പറ്റും. ആ ഒരു പേജ് തന്നെ, അത് നിങ്ങളുടെ പ്രൊഫൈൽ പേജ് തന്നെ കാണാൻ പറ്റും. അപ്പോൾ വിദ്യാർത്ഥികൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ആ ഒരു ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്, അതുപോലെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ആ ഒരു പേജിൽ നൽകിയിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് പച്ച ലിങ്കാണ്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം അലോട്ട്മെൻറ്റ് ലെറ്ററും എടുത്ത് നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സിൻ്റെ ലിങ്ക് കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം അത് പ്രത്യേകിച്ച് അതായത് നിങ്ങൾ ഈ ഒരു രണ്ടിനും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ 2 ലിങ്കുകൾ മുഖേന നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കേണ്ടതാണ്. ഇങ്ങനെ പരിശോധിച്ച് രണ്ടിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ കൂടുതൽ താല്പര്യമുള്ള കോഴ്സ് കിട്ടിയിട്ടുള്ളത് ആ ഒരു വിഭാഗത്തിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. ഒരു വിഭാഗത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ വിഭാഗത്തിലേത് ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ അതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സ്കൂളിൽ വിദ്യാർത്ഥികൾ ഈ ഒരു ജൂൺ 3 മുതൽ ജൂൺ 5 തീയതിക്കുള്ളിൽ വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ നേടണം. ജൂൺ 3 മുതൽ ജൂൺ 5 തീയതി വരെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടില്ല. അതായത് ജൂൺ 3 തീയതി 10 മണി മുതലാണ് അഡ്മിഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ ജൂൺ 5 തീയതി വൈകുന്നേരം 5 മണി വരെയാണ് അഡ്മിഷൻ നേടാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ വിദ്യാർത്ഥികൾ അതിനു മുമ്പായിട്ട് കൃത്യമായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും എന്നുള്ളതുകൂടി കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.